ലോകത്തിലെ ഏറ്റവും വലിയ LNG പ്ലാന്റായ ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ പ്ലാന്റിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ഇറാനോട് കടുത്ത നിലപാടുമായി ഖത്തർ. ഇറാൻ എംബസിയിലെ ഉദ്യോഗസ്ഥരെ ഖത്തർ പുറത്താക്കി കഴിഞ്ഞു. ഇന്നലെ രാത്രിയുണ്ടായ ആക്രമണത്തിൽ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും ഖത്തർ അറിയിച്ചു. സൗദിയിലും UAE-യിലും എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ഇറാന് മേലെയുള്ള യുദ്ധത്തെക്കാൾ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കലാണ് പ്രഥമ പരിഗണനയെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ പറഞ്ഞു. അറബ് രാജ്യങ്ങളുടെ യോഗത്തിന് ശേഷമാണ് പ്രതികരണം. കൂടുതൽ വിവരങ്ങളുമായി MCA നാസറുണ്ട്. MCA, ഇറാനിലെ കൂടുതൽ നേതാക്കളെ, ഉന്നത നേതാക്കളെയൊക്കെ കൊല്ലപ്പെട്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ആക്രമണം കടുപ്പിക്കുകയാണ് ഇറാൻ. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ അതിശക്തമായ ആക്രമണം ഗൾഫ് കേന്ദ്രങ്ങളിൽ അടക്കമുണ്ടായി. റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വലിയ ആക്രമണം ഉണ്ടാകുന്നു. അതിനെ അപലപിച്ചുകൊണ്ട് ഖത്തർ എത്തുന്നു. അതിനിടെയാണ് അറബ് രാജ്യങ്ങളുടെ യോഗം ചേർന്നിരുന്നു. അതിൽ ശക്തമായ മുന്നറിയിപ്പുമായി, ഇറാനെതിരെ മുന്നറിയിപ്പുമായി രംഗത്തെത്തുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിതിവിശേഷങ്ങൾ മുന്നോട്ട് പോകുന്നത്? യുദ്ധം എത്രത്തോളം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്? ഇന്നലെ രാത്രിയും ഇന്ന് വെളുപ്പിനുമായി 3 ഇടങ്ങളിൽ, പ്രധാനമായിട്ടും ഖത്തർ, UAE, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് രൂക്ഷമായിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഇതൊക്കെയും പ്രതിരോധിക്കാൻ സാധിച്ചെങ്കിലും ഇതിന്റെ അവശിഷ്ടങ്ങൾ വീണ് പലയിടത്തും പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും ഈ 3 രാജ്യങ്ങളിലെയും എണ്ണ ഉൽപാദനത്തെയും അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. ചില റിഫൈനറികൾ അടച്ചിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് ആഗോള വിപണിയിൽ നിലവിലുള്ള ഈ ഊർജ്ജ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുമെന്ന ഒരു ആശങ്കയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അല്പം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇറാനിലെ പാർസ് എണ്ണപ്പാടത്തിനു നേരെ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണം ഇനി ഒരിക്കലും അത്തരമൊരു ആക്രമണം ഉണ്ടാകില്ല. അതിന്റെ പേരിൽ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇറാൻ വിട്ടുനിൽക്കണം. ഇനിയും ഖത്തറിലെ ദ്രവീകൃത വാതക കേന്ദ്രങ്ങൾക്ക് നേരെയോ മറ്റോ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ട്രംപ് നൽകുന്നത്. പക്ഷെ ഒരു കാര്യം അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്, ഇതിന്റെ തുടക്കം കുറിച്ചത് ഇസ്രായേൽ തന്നെയാണ്. ഇറാനിലെ വാതക കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നത് തങ്ങളുടെ ലക്ഷ്യമായിരുന്നില്ല. അത്തരം ഒരു ആക്രമണം നടന്നു. പക്ഷെ ഒരു കാര്യത്തിൽ ട്രംപ് ഉറപ്പ് നൽകുന്നുണ്ട്, അത്തരം ഒരു ആക്രമണവും ഇനി ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാവുകയില്ല എന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗൾഫിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കാനും ഇറാനോട് ട്രംപ് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ 20 ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ യുദ്ധം കൂടുതൽ സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായി ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ കടന്നാക്രമണം, അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇന്നലെ റിയാദിൽ സമാപിച്ച അറബ് മുസ്ലിം രാജ്യങ്ങളുടെ നേതാക്കളുടെ യോഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യോഗത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനിടെയാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ LNG പ്ലാന്റ് ആയ റാസ് ലഫാനിലേക്ക് വലിയ ആക്രമണം ഉണ്ടായത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അബ്ബാസ് മുഹമ്മദ്. അബ്ബാസ്, എപ്പോഴായിരുന്നു ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ആക്രമണം ഉണ്ടായത്? അതിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണോ റിപ്പോർട്ടുകൾ? ഇന്നലെ രാത്രിയോടെയാണ് ഈ റാസ് ലഫാനിലെ ഇൻഡസ്ട്രിയൽ സിറ്റിയിലേക്ക് മിസൈൽ ആക്രമണം ഉണ്ടായത്. പ്രതിരോധ മന്ത്രാലയം ഈ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം വലിയ നാശനഷ്ടമുണ്ടായി എന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എക്സ്റ്റൻസീവ് ഡാമേജ് എന്നാണ് അവർ ഈ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഈ ഒരു ആക്രമണത്തിനെതിരെ വളരെ 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 വലിയൊരു പ്രതിഷേധക്കുറിപ്പാണ് ഈ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയത്. അഥവാ ഈ ഒരു ആക്രമണം, ഈ റാസ് ലഫാനിന്റെ ഈ ഇൻഡസ്ട്രിയൽ ഹബിന് നേരെ നടന്ന ആക്രമണം ഒരു വളരെ അപകടകരമാണ്. അതോടൊപ്പം രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള ലംഘനമാണ്. ഇക്കാര്യത്തിൽ വളരെ കർശനമായ നിലപാട് സ്വീകരിക്കും എന്നുകൂടി ഈ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഈ റാസ് ലഫാനിലെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഗ്യാസ് എക്സ്പോർട്ട് ചെയ്യുന്ന, ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയയാണ്. ഇത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ഗ്യാസ് എക്സ്പോർട്ട് കമ്പനി കൂടിയാണിത്. ഖത്തർ എനർജിയാണ് ഈ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റി റൺ ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഈ ഒരു ഇതിന്റെ മുകളിൽ ആക്രമണം നടന്നുവെങ്കിലും നേരത്തെ ഏകദേശം 2 ആഴ്ച മുമ്പ് തന്നെ ഇവിടെ ഈ ഒരു പ്രദേശത്തേക്ക് ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇവിടെയുള്ള പ്രൊഡക്ഷനും അതുപോലെ തന്നെ കയറ്റുമതിയൊക്കെ നിർത്തിവെച്ചിരുന്നു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും ഈ ഖത്തർ ലോകത്തെ LNG ഉൽപാദനത്തിന്റെ ആകെ ടോട്ടൽ 20% കൈകാര്യം ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണം ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം ഖത്തർ എനർജി റൺ ചെയ്യുന്ന ഖത്തർ എനർജി 80.97 മില്യൺ മെട്രിക് ടൺ എനർജിയാണ് ലോകത്തുടനീളമുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത്. അതിൽ പ്രധാനമായിട്ടും ഏഷ്യയിലേക്കാണ് അതിന് 80%, പ്രത്യേകിച്ചും ഇന്ത്യയിലേക്ക്, ചൈന, ജപ്പാൻ, അതുപോലെ സൗത്ത് കൊറിയ, പാകിസ്ഥാൻ രാജ്യങ്ങളിലേക്കൊക്കെയാണ് ഈ ഒരു ഖത്തർ എനർജിയുടെ കയറ്റുമതി ഉണ്ടായിരുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട കമ്പനികൾക്കെല്ലാം ഖത്തർ എനർജിയുമായിട്ട് ദീർഘകാലമായിട്ടുള്ള കരാറുണ്ട്. ഈ ഒരു ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ഈ പ്രൊഡക്ഷൻ നിർത്തിവെച്ചു എന്നതിനൊപ്പം ഫോഴ്സ് മെജർ നോട്ടീസ് കൂടി നൽകിയിട്ടുണ്ട്. ഫോഴ്സ് മെജർ എന്ന് പറയുന്നത് ഇവിടെ റാസ് ലഫാന് നേരെ അല്ലാതെ മറ്റിടങ്ങളിലും എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഉൾപ്പെടെ ആക്രമണം ഉണ്ടായിരുന്നോ? ഇല്ല തന്നെ. ഈ ഒരു മിസൈൽ ആക്രമണം മാത്രമാണ് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിന് നേരെ 3 മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് മന്ത്രാലയം അറിയിച്ചിരുന്നത്. അതിൽ ഒരു മിസൈലാണ് ഇപ്പോൾ അവിടെ പതിച്ചിട്ടുള്ളത്. ഏതായാലും അതിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡ്രോൺ ആക്രമണമോ അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന്